तूने काजल ले गाया दिन में रात हो गई, तूने काजल ले गाया दिन में रात हो गई, चुप गई सारे नज़ारे हो क्या बात हो गई, मिल गया नैनों से नैना हो क्या बात हो गई, दिल ने दिल को पुकारा मुलाकात हो गई, कल नहीं आना मुझे न बुलाना के मार के टाना ज़माना, कल नहीं आना मुझे न बुलाना के मार के टाना ज़माना, तूने काजल ले गाया दिन में रात हो गई. നീ കണ്ണിൽ കൺമേശി ഇട്ടപ്പോൾ ദിൻമേ രാത്ത് ഹോ ഗയി, പകലൊക്കെ രാത്രിയായിപ്പോയി, ചുപ്പ് ഗയ സാര നസാറെ ഹോ ക്യാ ബാത്ത് ഹോ ഗയി. എന്തോ ഒരർത്ഥ, കാഴ്ച മുഴുവനും ഒളിച്ചുകൂടി എന്നൊക്കെ പറയാം. ഓക്കെ, മിൽ ഗയ നൈന സെ നൈന ഹോ ക്യാ ബാത്ത് ഹോ ഗയി. കണ്ണും കണ്ടുമുട്ടി. ഓ, എന്തോ ഒരു സംഭവം. ദിൽനെ ദിൽക്കോ പുക്കാറ മുലാഖാത്ത് ഹോ ഗയി. മനസ്സിനെ വിളിച്ച്, കൽ നെയ്യാന മുജേന ബുലാന, നാളെ നീ വരാൻ പാടില്ല, എന്നെ വിളിക്കാൻ പാടില്ല. ചലവായി വാന്താനി. അള്ളാൻ്റെ റസൂലൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആശുപത്രി സന്ദർശിക്കണം, നിങ്ങൾക്ക് റബ്ബ് തന്ന ആരോഗ്യത്തെപ്പറ്റി മനസ്സിലാക്കും. നിങ്ങൾ വൃന്ദാവനം സന്ദർശിക്കണോ, നിങ്ങൾക്ക് അള്ള തന്ന സൗന്ദര്യത്തെപ്പറ്റി മനസ്സിലാക്കും. നിങ്ങൾ ജയിൽ സന്ദർശിക്കണോ, നിങ്ങൾക്ക് റബ്ബ് തന്ന സ്വാതന്ത്ര്യത്തെപ്പറ്റി മനസ്സിലാകും. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പനി പിടിച്ച് കഴിഞ്ഞാൽ നേരെ ആശുപത്രിയിൽ പോയി ഡോക്ടർ ഒരു 10-25 ലക്ഷം 30 ലക്ഷം റുപ്യൊക്കെ ചിലവാക്കിയിട്ട് ഡോക്ടറേറ്റ് നേടിയിട്ട് വന്ന ഡോക്ടറായിരിക്കും. അപ്പോൾ നമ്മളെ മുഹമ്മദ് ഡോക്ടറെല്ലാം പോലെ ചക്കരക്കല്ലല്ലേ, അയാൾ കേൾക്കണ്ട എന്നെ കൊല്ലും. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, 10-30 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ 10-30 വർഷം മുമ്പ് വലിയ പൈസയാണത്. അങ്ങനെ ഒരു ക്ലിനിക്ക് എടുക്കൂ, പനിക്കുന്ന ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് ഇങ്ങോട്ടാണ് ചോദിക്കുക. അന്നേരം പറയും പനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവൻ പറയും മൂത്രം ടെസ്റ്റ് ചെയ്യണോ, രക്തം ടെസ്റ്റ് ചെയ്യണോ, ഗ്ലൂക്കോസ് കയറ്റണോ എന്നെല്ലാം പറഞ്ഞിട്ട് 4-5 ദിവസം അവിടെ അഡ്മിറ്റ് ആക്കും. ഏതായെങ്കിലും ഒരു രാജിക്കാൻ്റെ ബിൽഡിങ് വാടകയ്ക്ക് എടുത്തതായിരിക്കും. വാടകയും കൊടുക്കണം, 10-30 ലക്ഷം രൂപ തിരിച്ചും പിടിക്കണ്ടേ. അപ്പം കുടുംബക്കാർക്ക് ഒരു മൊഞ്ച, ഇങ്ങനെ ഒരാൾ പനിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടന്ന്, പനിക്കലിലാണ് അഡ്മിറ്റ് ചെയ്യുക കേട്ടോ, അതാ വലിയ രസം. അങ്ങനെ നമ്മളെല്ലാം മുസമ്പിയും നാരങ്ങയും ബ്രെഡും അതെല്ലാം മേടിച്ചിട്ട് പോകും. ഒരു പനിക്കാണ് കേട്ടാ. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഒരു 5000 രൂപേൻ്റെ ബില്ലിങ് കൊടുക്കും. കാരണം 10-30 ലക്ഷം റുപ്യ ഉണ്ടാക്കണ്ടേ. ഇന്ന് സമൂഹത്തിൽ കാണുന്നത്, ഇന്ന് ഒരു പനി വന്നു കഴിഞ്ഞാൽ ചക്കരക്കല്ലിലെ മഷൂദിൻ്റെ പീടികയിൽ പോയിട്ട് പറയൂടെ, മഷൂദ് പനിക്കുന്നുണ്ട്, അവർ 2 ഗുളിക നോട്ടേ. കാരണം അന്ന് 4-5 രൂപ 4-5 ദിവസം കിടത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 4-5 രൂപ കളഞ്ഞ സംഭവത്തിന് ഇന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരിടെ മഷൂദേ ഒരു പനിക്കുന്നുണ്ട്, 2 ഗുളിക എടുത്ത് തന്നിട്ടേ. മഷൂദ എടുത്ത് തരുകയും ചെയ്യും, അത് കുടിക്കുകയും ചെയ്യും, അസുഖം മാറുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൊറോണ വന്നത്. സുബ്ഹാനല്ലാഹ്, പറയാതിരിക്കാൻ വയ്യത്. കൊറോണ എന്ന് പറഞ്ഞത് വന്ന് ഞങ്ങളെ വീട്ടിലും കൊറോണ എത്തി. അങ്ങനെ ഉമ്മാക്ക് കൊറോണയാണെന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. ഉമ്മാനെയും കൂട്ടിയിട്ട് ഞാൻ പോയി ഹോസ്പിറ്റലിൽ. ഉമ്മക്കും ബേജാറാകുമ്പോൾ മനുഷ്യനിക്ക് ചുമയും കാര്യങ്ങളും ഇങ്ങോട്ട് വരും. അങ്ങനെ ഉമ്മ കുരച്ചിട്ട് കഫം എടുക്കാൻ കഴിയുന്നില്ല, ബായിലോട് എത്തിയിട്ട് അത് തുപ്പാൻ കഴിയുന്നില്ല. ഞാൻ കൈയിട്ടിട്ട് ബായിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഞാനും എടുത്തു. ഞാൻ എല്ലാവരോടും പറഞ്ഞ്, ആ സമയത്ത് എല്ലാവരോടും പറയുന്നുണ്ടായി, ഇല്ല, കൊറോണ എന്ന് പറയുന്നത് വന്നെന്ന് അറിയുമ്പോൾ
അല്ലെങ്കിൽ ഇപ്പം ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുന്ന കൊറോണ വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രീകരിച്ച് മണക്കുന്നില്ല കുളിക്കുന്ന എന്തെല്ലാം പരിപാടികൾ. ഓക്കെ, അങ്ങനെ ഭയത്താലാണ് ഒരുപാട് പേര് മരിച്ചിട്ട് പോയത്, ഒരുപാട് പേര്. അപ്പോൾ നമ്മളൊരു ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ ഇതാ ഞാനുണ്ട് അടുത്ത്, ഉമ്മാക്ക് ഒരു രോഗവും ഇല്ല ഉമ്മ, ഒരു കൊറോണയും എൻ്റെ ഉമ്മാക്കില്ല. ഉമ്മ ഉഷാറായി. ഉമ്മ ഒരു വാക്കിനോട് പറഞ്ഞു, ഉമ്മ എൻ്റെ ICUയിൽ നീ ആക്കരുത്. നമ്മളില്ല ഉമ്മ ആക്കൂല. അങ്ങനെ അവിടുന്ന് കൊയിലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് വന്ന് പുരൻ്റെ ഉള്ളിൽ ഞാനും ഉമ്മയും പെങ്ങളും എല്ലാമായിട്ട് അങ്ങനെ കഴിഞ്ഞ്. അപ്പം പറഞ്ഞു വരുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനിക്ക് വരെ കടത്തും അല്ലേ, ഇപ്പോൾ കടത്തുന്നില്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ഈ വിദ്യാസമ്പന്നരുണ്ടല്ലോ, വിദ്യാസമ്പന്നർ സമൂഹത്തിൽ സമൂഹവാസികളിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഏതോ ഒരു സാഹചര്യത്തിൽ കള്ളനായി വന്ന് എന്തെങ്കിലും ചെറിയൊന്ന് കട്ട്, അവൻ വലുത് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അവനെ ന്യായീകരിക്കുന്നതല്ല ഞാൻ പറയുന്നത്. അവന് ഫോട്ടോ സഹിതം പത്രത്തിൽ ഒക്കെ കൊടുത്ത് അങ്ങനെ സമൂഹത്തിലെ ഒരു കള്ളനായി മാറിയവൻ സമൂഹത്തിലെ മോശപ്പെട്ടവനായി മാറി. സുബ്ഹാനല്ലാഹ്, അറിയണം. ഞാൻ മനസ്സിലാക്കിയത് സമൂഹത്തിലെ ഒരു 10-25 കൊല്ലം മുമ്പത്തെ കഥയാട്ടെ, ഇപ്പോൾ ആണെന്ന് പറയുമ്പോൾ നാട്ടുകാരെന്നെ അടിച്ചടിയും. വിദ്യാസമ്പന്നരായ ഒരുപാട് ആൾക്കാർ കൈക്കൂലി എന്നും പറഞ്ഞ് വിദ്യാസമ്പന്നരാന്ന് പറയുന്നവർ, അവരൊന്നും ഒരു പത്രത്തിലും വന്നിട്ടില്ല, ഒരു ഫോട്ടോയിലും വന്നിട്ടില്ല. സെക്കൻഡിലായിരുന്നു അവർ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡിൽ. ഇന്നും ചെയ്യുന്നവരുണ്ട്, ഇല്ലയെന്നല്ല. സെക്കൻഡിലാണ് തെറ്റ് ചെയ്തിട്ട് എങ്ങനെ പോകുന്നത്. അവരൊക്കെ സമൂഹത്തിലെ മാന്യന്മാർ, മനസ്സിലായ. ഞാൻ ഇപ്പോൾ ഒരു സുഖമില്ലാണ്ടായിക്കഴിഞ്ഞാൽ, നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. കാരണം എന്താ, 5 രൂപേൻ്റെ ഒരു ടോക്കനും കുറച്ച് മരുന്നും അവർ തരും. ഇപ്പോൾ അവിടെ ഇവിടെ വെറുതെ നമ്മളില്ലാത്ത കാശെല്ലാം കളഞ്ഞ് കുളിച്ച് ബോറടിച്ച ക്ഷമിച്ചാളാ. ഞാനൊരു ഡയലോഗ് പറയാം. ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടില്ലല്ലോ. തൂനെ കാജൽ ലേഗായാ ദിൻ മേ രാത്ത് ഹോ ഗയി പറഞ്ഞിനല്ലേ, മതി, ഞാൻ ഇനി പറയുന്നില്ല. സമുദ്ര ക കിനാരെ പേ കടക്കെ മച്ചി പക്കടുന്ന ബഹദൂർ നെയ്യേ. സമുദ്രത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് മീനിനെ പിടിച്ചാൽ ബഹദൂർ ആവൂല. ബഹദൂർ ആകണമെങ്കിൽ സമുദ്ര ക बीच में जाकर तूफान से टकराकर मच्छी पकड़ना बहादुर होता है. സമുദ്രത്തിൻ്റെ നടുക്കടലിൽ പോയിട്ട് തൂഫാനിൽ ഇങ്ങനെ ടക്രാ മച്ചി പക്കടിക്ക ആന ബഹദൂർ होता है. അസ്സലാമു അലൈക്കും.